ഉമേഷ് ഒരിക്കൽ കൂടി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ദിവസം 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതും ഒരു നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് 18 പരാതികൾ. അതിൽ ഇന്ന് മാത്രം രജിസ്റ്റർ ചെയ്തത് 7 കേസുകൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഈ പരാതി നൽകിയ നടിക്ക് കൃത്യമായ സംഭവങ്ങളും ആ നടന്ന വർഷവും തീയതി അടക്കം ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരായ പരാതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാസ്കറ്റ് ഹോട്ടലിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരാതി നടത്തുകയും ചെയ്യുന്നത്. ഇങ്ങനെ 7 പരാതികളിലും കൃത്യമായ അന്വേഷണം അതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ എന്താണ് ഇനി? അതുമായി ബന്ധപ്പെട്ട് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തു. ഇനി പ്രത്യേക അന്വേഷണ സംഘമാണോ മറ്റ് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുക? ഇനി ഈ കേസ് രജിസ്റ്റർ ചെയ്ത ആ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങളൊന്നും ഇനി ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയില്ല. സിജു, ഇപ്പോൾ FIRകൾ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തു. തുടർന്ന് അങ്ങോട്ട് കേസ് വിശദമായി അന്വേഷിക്കുക പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും. ഈ വനിതാ IPS ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ ഈ അന്വേഷണ സംഘത്തിൽ ഒരുപക്ഷെ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്റ്റേഷനുകളിലെ SHOമാരും ഉൾപ്പെട്ടേക്കാം. അവരുടെ കൂടെ സഹായത്തോടെ ആയിരിക്കും തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോവുക. ഇവർ ഈ ഓരോ പരാതിയിലും പറയുന്ന സംഭവങ്ങൾ, സ്ഥലങ്ങൾ, സമയം എല്ലാം കൃത്യമായി അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. അതൊരു ക്രോസ് ചെക്കിംഗ് നടത്തേണ്ടതുണ്ട്. ഇവർ ഈ പറയുന്ന സ്ഥലങ്ങളിൽ അവർ എത്തിയിരുന്നോ? പ്രത്യേകിച്ച് വൈറ്റിലയിലെ ഒരു വീട്ടിൽ വെച്ചാണ് മുകേഷ് മോശമായി പെരുമാറിയതെന്ന് പറയുന്നു. സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ അതിന് സമീപത്ത് വെച്ചാണ് ജയസൂര്യ അതിക്രമം കാണിച്ചതെന്ന് പറയുന്നു. അത്തരത്തിൽ മണിയമ്പിള്ള രാജുവിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെയും ഒക്കെ ആരോപണമുണ്ട്. ഇതെല്ലാം കൃത്യമായ തീയതിയും സിജു സൂചിപ്പിച്ചതുപോലെ സ്ഥലവും സമയവും തീയതിയും ഒക്കെ വെച്ചാണ് ഈ നടി പരാതിയായി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും പ്രത്യേകം കേസായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. ചില തെളിവുകളും അന്വേഷണ സംഘത്തിന് സഹായകരമാകുന്ന ചില തെളിവുകളും താൻ കൈമാറി എന്ന് ഈ നടി അവകാശപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് വേണ്ടത്. മാത്രമല്ല ഓരോ കേസിലും പരാമർശിച്ചു പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സാക്ഷികളെ കണ്ടെത്താനാകുമോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അത്തരം സാധ്യതകളും തേടുന്നുണ്ട്. അങ്ങനെ സാക്ഷികളെ കിട്ടിയാൽ അത് കുറച്ചുകൂടി എളുപ്പമാകും, ഈ കേസിന് ബലം നൽകും. കൂടാതെ ഈ നടി കൈമാറിയ തെളിവുകൾ അത് വിശദമായി പരിശോധിക്കും. ഒപ്പം ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത അതൊരു പക്ഷേ കോടതിക്ക് മുമ്പാകെ എത്തുകയാണെങ്കിൽ ഫോറൻസിക് പരിശോധന അടക്കം വേണ്ടിവരും. അത്തരത്തിൽ കൃത്യമായ തെളിവാണ് അതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അങ്ങനെ ഉള്ള തെളിവുകളും മറ്റ് സാഹചര്യ തെളിവുകളും ഒപ്പം സാക്ഷിമൊഴികളും ഒക്കെ ലഭിച്ചാൽ അത് മുന്നോട്ടുള്ള പോക്കിന് സഹായകരമാകുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതെല്ലാം 10, 12, 13 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളായതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് അന്വേഷണ സംഘം നേരിടുന്നുണ്ടോ? ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത് 10-12 വർഷത്തിന് മുമ്പാണ്. അന്ന് നടന്ന അന്വേഷണത്തിന്റെ രീതി, അന്ന് ഈ സംഭവം നടന്നു എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് അതാദ്യം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ടെലിഫോൺ തെളിവുകൾ അടക്കമുള്ള സൈബർ തെളിവുകൾ, ഒപ്പം തന്നെ സഹപ്രവർത്തകരായിരുന്നവർ ആരൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്, ഏത് സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു എന്നുള്ളത്, അങ്ങനെ നിരവധി ഘടകങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ കുറിച്ച് തന്നെ തന്നോട് ആരാണ് അപമര്യാദയായി പെരുമാറിയതും ആരാണ് ക്രൂരമായി പെരുമാറിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യം ഈ പരാതിക്കാരിക്കുണ്ട്. ഈ പറയുന്നത് പ്രകാരം ഈ 7 പേരിലും സിദ്ദിഖിനെതിരെ മാത്രമാണ് ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. ബലാത്സംഗം ചെയ്തുവെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് സിദ്ദിഖിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് വലിയ തരത്തിൽ സിദ്ദിഖിനെതിരായ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാനും വലിയ പാടുപെടേണ്ടി വരുന്നുണ്ട്. വലിയ തരത്തിലുള്ള ആരോപണം, ഗുരുതരമായ കുറ്റം നിലനിൽക്കുന്നത് സിദ്ദിഖിനെതിരെ തന്നെയാണ്. ആ തരത്തിൽ ഈ അന്വേഷണം, ഇതിൽ പ്രധാനമെന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വലിയ വെല്ലുവിളികളുണ്ട്. വലിയ തരത്തിലുള്ള വിപുലമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിൽ പ്രധാനമാണ് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ സിദ്ദിഖിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അവിടെ താമസിച്ചു വന്നതിന് തെളിവ് കണ്ടെത്തി. അതോടെ തീരുന്നില്ല. ഇനിയും ഈ മറ്റ് 6 പേർക്കെതിരെയും സമാനമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. സിജു, ഈ 7 പേരിൽ സിദ്ദിഖ് ഉൾപ്പെടുന്നില്ല. സിദ്ദിഖിനെതിരെ പരാതി നൽകിയത് മറ്റൊരു നടിയാണ്, തിരുവനന്തപുരത്തുള്ള മറ്റൊരു നടിയാണ്. ഈ 7 പേർ എറണാകുളത്ത് ആലുവയിൽ താമസിക്കുന്ന നടി നൽകിയ പരാതിയാണ്. ആ 7 പേരിൽ 7 FIRകളാണ് പ്രത്യേകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിദ്ദിഖിൻ്റെ ആണെങ്കിലും ഈ 7 FIRകളിലാണെങ്കിലും അന്വേഷണം നടത്തുന്നത് ഒറ്റ സംഘം തന്നെയാണ്, പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും. എല്ലാം പ്രത്യേകമായി പരിശോധിച്ച്
അന്വേഷണ സംഘം വിപുലീകരിച്ച് ഓരോയിടത്തെയും SHOമാരെ ഉൾപ്പെടുത്തിയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോവുക. സിജു സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് പോക്കിൽ ഏറെ വെല്ലുവിളികളുണ്ട്. ഈ 10, 12, 13 വർഷം മുമ്പത്തെ കാര്യങ്ങൾ അതേപടി കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഓരോന്നും വ്യക്തമായി ഈ 7 പേർക്കെതിരെ നൽകിയ പരാതിയിൽ ഈ നടി ഓരോന്നും വ്യക്തമായി തന്നെ അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ചെന്ന സമയവും സ്ഥലവും തീയതിയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അത് കൃത്യമായി അവിടെ അത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ കടമ. അത് ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അത് ഈ അടുത്ത കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതെങ്കിൽ അത് എളുപ്പമായിരുന്നു. പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭ്യമാകാൻ സാധ്യത കുറവാണ്. പക്ഷേ എങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാക്ഷികൾ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവുകൾ, ഈ ഡിജിറ്റൽ തെളിവുകൾ, ഇതൊക്കെ ഈ അന്വേഷണത്തിന് ബലം നൽകുന്നതാണ്. അതിൻ്റെ ആധികാരികത അന്വേഷണ സംഘത്തിന് ബോധ്യമായാൽ ശക്തമായ തെളിവുകളായി ഇതൊക്കെ ഈ ആരോപണ വിധേയർക്കെതിരെ ശക്തമായ തെളിവുകളായി മാറും. അത് കോടതിയെ ബോധ്യപ്പെടുത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞാൽ അത് ഏറെ സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ വളരെ സമയമെടുത്ത ഈ തെളിവുകളെല്ലാം ഇവർക്കെതിരാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായാൽ ഒരുപക്ഷെ ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകും. അത് വളരെ പെട്ടെന്ന് അതുണ്ടാകാൻ സാധ്യത കുറവാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ആ നടിയും അത് പങ്കുവെക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു പരാതി നൽകിയെങ്കിലും ഈ FIR അതിവേഗം രജിസ്റ്റർ ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. പക്ഷേ പെട്ടെന്നൊരു അറസ്റ്റ് അത് താനും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വലിയൊരു ഘടകമാണ്. ഈ 2012, 13 കാലഘട്ടങ്ങളിൽ 10 ശേഷമുള്ള കാലഘട്ടങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളായിട്ടാണ് നടി തന്നെ പറയുകയും ചെയ്തത്. ഇത് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നടന്മാരുടെ അറസ്റ്റിലേക്ക് നീങ്ങാൻ വൈകാനിടയാക്കുന്നതും ഈ കാലപ്പഴക്കം തന്നെയായിരിക്കും. പക്ഷേ സിജു, അതെന്തായാലും അക്കാര്യത്തിലൊന്നും ഒരു അലംഭാവം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഈ നടിയുടെ അടക്കം പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതുവരെയുള്ള നടപടികൾ, അതായത് പെട്ടെന്നൊരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നു വനിതാ IPS ഓഫീസർമാരുടെ നേതൃത്വത്തിൽ. ഈ ആരൊക്കെയാണോ വെളിപ്പെടുത്തൽ നടത്തിയ നടിമാർ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നൽകാൻ നിർദ്ദേശിക്കുന്നു. പരാതി ലഭിക്കുന്നു. കിട്ടിയ ഉടൻ തന്നെ അവരുടെ അടുക്കലേക്ക് നേരിട്ട് അന്വേഷണ സംഘം ചെല്ലുന്നു. ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന മുതിർന്ന IPS ഓഫീസർമാർ അടക്കം അവിടെ ചെല്ലുന്നു. അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു. രാത്രിക്ക് രാത്രി തന്നെ FIRും രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ തന്നെ വലിയ സന്തോഷമുണ്ട് എന്ന് ഈ നടിയടക്കമുള്ളവർ പ്രതികരിക്കുന്നു. കാരണം ഇത്രയും പെട്ടെന്നൊരു നടപടി അത് ഒരുപക്ഷെ ഈ പരാതിക്കാരി തന്നെ പ്രതീക്ഷിച്ചല്ല. കാരണം പഴയ കാല ചരിത്രങ്ങളുടെയൊക്കെ പശ്ചാത്തലം എടുത്താണ് അവർ പറയുന്നത്. ഒരുപക്ഷെ ഈ പരാതി പറയാൻ തന്നെ വൈകിയത് അന്നൊന്നും ഇത് പറയാനുള്ള ധൈര്യമോ എത്രത്തോളം കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇല്ലാത്തതിനാലൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോഴങ്ങനെയല്ല. അതിവേഗം നടപടി ഉണ്ടാകും എന്നൊരു ആത്മവിശ്വാസവും ധൈര്യവും കൈവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി പോയതും വളരെ ധൈര്യസമേതം അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി കൊടുത്തതുമൊക്കെ ആ പശ്ചാത്തലത്തിൽ തന്നെയാണെന്ന് ഈ നടി വിശദീകരിക്കുന്നുണ്ട്. ആ മൊഴി കൊടുത്തതിൻ്റെ ഒരു ഫലം രാത്രിക്ക് രാത്രി ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ സന്തോഷം അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തു. അത് താൻ പറഞ്ഞത് സത്യമാണ് എന്ന് പ്രാഥമികമായി അന്വേഷണ സംഘത്തിന് ബോധ്യം വന്നതുകൊണ്ടായിരിക്കുമല്ലോ രാത്രി തന്നെ FIR രജിസ്റ്റർ ചെയ്തത് എന്നാണ് നടി പ്രതികരിച്ചത്. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഇത് പരിശോധിക്കലാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ, അതിന് തെളിവ്. അന്വേഷണ സംഘത്തിൻ്റെ രീതികൾ, അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായാണ് ഒറ്റ ദിവസം 7 പേർക്കെതിരെ 7 FIR രജിസ്റ്റർ ചെയ്യുന്ന വിവരങ്ങളാണ് ഉമേഷ് കൊച്ചിയിൽ നൽകിയത്.